പരിശുദ്ധ കുർബാന നമ്മെ ദൈവത്തിലേക്ക് എടുത്തുയർത്തുന്നു. സ്വന്തം പുത്രനിലൂടെ ദൈവം മനുഷ്യകുലത്തിന് സ്വർഗം തുറന്നു തന്നിരിക്കുന്നു. തുറന്ന സ്വർഗത്തെക്കുറിച്ചുള്ള അവബോധം ശ്ലീഹന്മാരിൽ ആഴപ്പെട്ടത് അവർ ഈശോയുടെ ഉയിർപ്പിനും സ്വർഗാരോഹണത്തിനും ദൃക്സാക്ഷികളായപ്പോഴാണ്. പിന്നീട് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെട്ടു. ശ്ലീഹന്മാരും ആദിമസഭയും പ്രാർത്ഥിച്ചത് തുറന്ന സ്വർഗത്തിലേക്ക് നോക്കിയാണ്. കുർബാനയിൽ സംഭവിക്കുന്നത് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള സംസർഗമാണ്. ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യരും മനുഷ്യവംശത്തിനു നവീകരണവും രക്ഷയും സാധ്യമാക്കുന്ന ദൈവവും ഇവിടെ സന്ധിക്കുന്നു. കുരിശിലെ ബലിയും ഉയിർപ്പും സ്വർഗാരോഹണവും പരിശുദ്ധാത്മദാനവും വഴി മിശിഹ മനുഷ്യകുലത്തിനു വേണ്ടി രക്ഷയിലേക്കുള്ള വാതിൽ തുറന്നു. രക്ഷയിലേക്കുള്ള വാതിൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ തന്നെയാണ്. സ്വർഗത്തിൻ്റെ സ്നേഹമാണ് ക്രൂശിതനിൽ പ്രകാശിതമായത്. ക്രൂശിതൻ്റെ തുളയ്ക്കപ്പെട്ട ഹൃദയത്തിൽ ദൈവത്തിൻ്റെ തന്നെ സ്നേഹഹൃദയം നമുക്കായി പ്രത്യക്ഷമായിരിക്കുന്നു. ദൈവം രക്ഷാകരമായ സ്നേഹവുമായി ഈശോയിൽ നമുക്ക് സന്നിഹിതനായിരിക്കുന്നു. ആകയാൽ കുരിശ് അവിടുത്തെ അളവറ്റ സ്നേഹത്തിൻ്റെയും വിജയത്തിൻ്റെയും അടയാളമായി നിലകൊള്ളുന്നു. മഹത്വീകൃതമായ കുരിശാണ് കുർബാന അർപ്പണവേദിയിലെ പ്രധാന പ്രതീകം. നമ്മുടെ പാപപരിഹാരത്തിനായി കുരിശിൽ മരിച്ചവനും പൂർണ്ണമഹിമയോടെ ലോകാവസാനത്തിൽ വരാനിരിക്കുന്നവനുമായ രക്ഷകനെ ഒരേ സമയം അത് പ്രതിനിധാനം ചെയ്യുന്നു. കുരിശിൽ മരിച്ച ഈശോയുടെ പരിശുദ്ധമായ ബലിരക്തത്താൽ തളിക്കപ്പെട്ടവരും പൗത്രീകരിക്കപ്പെട്ടവരുമായ ജനത എന്ന നിലയിലാണ് നാം കുർബാന അർപ്പണത്തിൽ ഒരുമിക്കുന്നത്. മനോവിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാനും ആരാധന അർപ്പിക്കാനും നമ്മെ യോഗ്യരാക്കിയത് ക്രൂശിതനാണ്. തൻ്റെ തന്നെ പരിശുദ്ധ രക്തവുമായി സ്വർഗമാകുന്ന അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നിത്യപുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന മിശിഹായെ ഹെബ്രായ ലേഖനം നമുക്ക് കാണിച്ചു തരുന്നു. ഈ നിത്യപുരോഹിതനാണ് പുതിയ ഉടമ്പടിയുടെ കൂദാശിയായ കുർബാനയുടെ കാർമ്മികൻ. ഈ നിത്യപുരോഹിതൻ നമ്മെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. തുറന്ന സ്വർഗവും അവിടെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന മിശിഹായെയും ദർശിച്ചുകൊണ്ടാണ് എസ്തപ്പാനോസ് മരണം വരിച്ചത്. അതായത് തൻ്റെ നിത്യസൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന മിശിഹായിലേക്ക് പ്രത്യാശാപൂർവം നോക്കിക്കൊണ്ടാണ് വിശുദ്ധൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായത്. ഈ നോട്ടമാണ് ക്രൈസ്തവ ആരാധനയുടെ കേന്ദ്രബിന്ദു. രക്ഷകനായ ഈശോ മിശിഹായിലേക്കുള്ള പ്രത്യാശാഭരിതമായ നോട്ടം. മിശിഹായുടെ ആത്മാവാൽ പ്രചോദിതരായി സ്വർഗത്തിലേക്കും രക്ഷകനും നിത്യപുരോഹിതനുമായ ഈശോ മിശിഹായുടെ പക്കലേക്കും ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്കും മനസ്സാ പ്രവേശിച്ച് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുകയാണ് നാം വിശുദ്ധ കുർബാനയിൽ. ഇത് സ്വർഗീയ ആരാധനയിലുള്ള പങ്കാളിത്തവും അതിൻ്റെ മുന്നാസ്വാദനവുമാണ്. ആത്മാവിലും സത്യത്തിലുമുള്ള യഥാർത്ഥ ആരാധനയാണ്. നാം ഇവിടെ പഠനവിഷയമാക്കുന്നത് സിറോ മലബാർ സഭയുടെ കുർബാനക്രമമാണ്. അതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് പരിശോധിക്കാം. പ്രവേശന ഗീതത്തോടെയാണ് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. തിരുസഭയുടെ എല്ലാ വിശ്വാസ രഹസ്യങ്ങളുടെയും ഉറവിടവും പ്രകാശനവുമാണ് കുർബാന എന്ന് വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നു.
വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ ഉജ്ജ്വല വിശ്വാസ പ്രഘോഷണങ്ങളാണ്. അവ പൊതുവെ ആരാധനാസ്തുതി ഗീതങ്ങളുമാണ്. ദൈവാരാധന ഭൂസ്വർഗങ്ങൾ സംഗമിക്കുന്ന വേദിയാണ് എന്ന അനുഭൂതി ആരാധകരിൽ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് ഈ പ്രാർത്ഥനകൾ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി എന്ന മാലാഖമാരുടെ കീർത്തനവും ത്രൈശുദ്ധ കീർത്തനങ്ങളോടുകൂടിയ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും മിശിഹായും കർത്താവും രക്ഷകനുമായ ഈശോയെ അഭിസംബോധന ചെയ്യുന്ന സകലത്തിൻ്റെയും നാഥ എന്ന സ്തുതിപ്പും ത്രൈശുദ്ധ കീർത്തനവും നമ്മെ തുറന്ന സ്വർഗത്തിലേക്കും ദൈവപിതാവിൻ്റെയും രക്ഷകനായ മിശിഹായുടെയും സവിധത്തിലേക്കും ത്രിത്വൈക ദൈവസന്നിധിയിലേക്കും കൈപിടിച്ചുയർത്തുന്നു. രാസകർമ്മത്തിൽ സങ്കീർത്തനത്തിന് ശേഷം കുരിശു ചുംബിക്കുന്ന കർമ്മവും ഉൾച്ചേർത്തിരിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കും ബലിയർപ്പണ ശുശ്രൂഷയ്ക്കും മുമ്പുള്ള പ്രാർത്ഥനാപൂർവമായ ഒരുക്കമായി ഈ പ്രാർത്ഥനകൾ നിലകൊള്ളുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള വായനകളും അനുബന്ധ പ്രാർത്ഥനകളും പ്രബോധനവും ഉൾപ്പെടുന്നതാണ് വചന ശുശ്രൂഷ. സമൂഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം കാർമ്മികൻ്റെ ആശീർവാദത്തോടുകൂടെ കുർബാനയുടെ ആദ്യ ഭാഗം അവസാനിക്കുന്നു.